നാലാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഭാഗമായുള്ള കായംകുളം ജലോത്സവം വെള്ളി ശനി ദിവസങ്ങളിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ സംഘടിപ്പിക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്ക് സാംസ്കാരിക പരിപാടികൾ തുടങ്ങും. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ മത്സര വള്ളംകളി നടക്കും. അഡ്വക്കേറ്റ് യു പ്രതിഭ MLAയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ മത്സര വള്ളംകളി ഉദ്ഘാടനം ചെയ്യും. വള്ളംകളിയിലെ വിജയികൾക്കുള്ള സമ്മാനദാനം കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് നിർവഹിക്കും. 3 ഹീറ്റ്സുകളിലായി 9 ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. നാലാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഭാഗമായുള്ള കായംകുളം ജലോത്സവം വെള്ളി ശനി ദിവസങ്ങളിൽ നടക്കും. വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ജലോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്ക് കനൽക്കൂട്ടം ഫോക്ക് ബാൻഡിന്റെ നാടൻ പാട്ടുണ്ടാകും. 4:30 മുതൽ പാടി ക്രിയേഷൻസ് അവതരിപ്പിക്കുന്ന നാടൻ പാട്ട്, 7 മണിക്ക് പ്രശസ്ത ചലച്ചിത്ര താരങ്ങൾ പങ്കെടുക്കുന്ന ഇല്ലം മെഗാ മ്യൂസിക്കൽ ബാൻഡ് എന്നിവ നടക്കും. ശനിയാഴ്ചയാണ് മത്സര വള്ളംകളി നടക്കുന്നത്. അഡ്വക്കേറ്റ് യു പ്രതിഭ MLAയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ മത്സര വള്ളംകളി ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 2 മണി മുതൽ ഇതിന്റെ ചടങ്ങുകൾ ആരംഭിക്കും. നമ്മുടെ ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ നാലാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഭാഗമായിട്ടുള്ള കായംകുളം ജലോത്സവം ഡിസംബർ മാസം 14 തീയതി 2 മണി മുതൽ നമ്മുടെ കായംകുളം കായലിൽ നടക്കുകയാണ്. ഇതിനോടനുബന്ധിച്ച് വിവിധ സബ് കമ്മിറ്റികൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. കൾച്ചറൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 13 തീയതി വൈകുന്നേരം 3 മണി മുതൽ തന്നെ നാടൻ പാട്ടും അതോടൊപ്പം തന്നെ ഇല്ലം ബാൻഡിൻ്റെ മ്യൂസിക്കൽ പ്രോഗ്രാമും ഒക്കെ നമ്മുടെ കായൽ തീരത്ത് അരങ്ങേറുകയാണ്. ഇതിലേക്ക് എല്ലാവരും വന്ന് പങ്കെടുത്ത് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ കായംകുളം ജലോത്സവത്തിന് വലിയ പ്രാധാന്യമുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ വർഷവും വളരെ മികവോടെ പകിട്ടോടെ നടത്തുന്നതാണ്. എന്നാൽ ഈ വർഷം കുഞ്ഞുങ്ങളുടെ എക്സാമൊക്കെ ആയതുകൊണ്ട് നമുക്ക് അതിനോടനുബന്ധിച്ചുള്ള വിളംബര റാലിയും മറ്റും ഞങ്ങൾ ഇതുകൊണ്ട് നടത്തുന്നില്ല. എന്നാൽ കലാപരിപാടികളൊക്കെ അതിനോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. ഇതിനോടനുബന്ധിച്ച് കുട്ടികളുടെ ചിത്രരചനാ മത്സരം വളരെ ഭംഗിയായിട്ട് തന്നെ കൾച്ചറൽ കമ്മിറ്റിയുടെ റിസപ്ഷൻ കമ്മിറ്റിയുടെയൊക്കെ നേതൃത്വത്തിൽ അവർ നടത്തി കഴിഞ്ഞു. മനോഹരമായി ഒരുപാട് കുട്ടികൾ അതിൽ പങ്കെടുത്തിരുന്നു. എന്തായാലും മൊത്തത്തിൽ കായംകുളം ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. 13 തീയതി 3 മണി മുതലുള്ള കലാപരിപാടികൾ ആസ്വദിക്കാനും ഒപ്പം 14 തീയതി 2 മണി മുതൽ നമ്മുടെ കായംകുളം കായലിൽ നടക്കുന്ന ജലോത്സവം ആസ്വദിക്കാനുമായി എല്ലാവരും ഒപ്പമുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ P. ശശികല സ്വാഗതം പറയും. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പതാക ഉയർത്തും. KC വേണുഗോപാൽ MP വള്ളംകളിയുടെ മാസ് ഡ്രിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. മത്സര വള്ളംകളിയിലെ വിജയികൾക്കുള്ള സമ്മാനദാനം കൃഷിമന്ത്രി P. പ്രസാദ് നിർവഹിക്കും. ചടങ്ങിൽ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കും. 3 ഹീറ്റ്സുകളിലായി 9 ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് തുഴയുന്ന കാരിച്ചാൽ ചുണ്ടൻ, BBC കൈനകരി തുഴയുന്ന വീയപുരം ചുണ്ടൻ, കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് തുഴയുന്ന നടുഭാഗം ചുണ്ടൻ, നിരണം ബോട്ട് ക്ലബ്ബ് തുഴയുന്ന നിരണം ചുണ്ടൻ, UBC കൈനകരി തുഴയുന്ന തലവടി ചുണ്ടൻ, ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബ്ബ് തുഴയുന്ന പായ്പാടൻ ചുണ്ടൻ, PBC പുന്നമട തുഴയുന്ന ചമ്പക്കുളം ചുണ്ടൻ, KBC SFBC തുഴയുന്ന മേൽപ്പാടൻ ചുണ്ടൻ, ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് തുഴയുന്ന വലിയ ദിവാഞ്ചി ചുണ്ടൻ എന്നിവയാണ് മത്സര വള്ളംകളിയിൽ പങ്കെടുക്കുന്നത്. വള്ളംകളിയുമായി ബന്ധപ്പെട്ട ഡ്രഡ്ജിംഗ് പ്രവൃത്തികളടക്കമുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തീകരിച്ചതായി അഡ്വക്കേറ്റ് യു പ്രതിഭ MLA വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ P. ശശികല, വൈസ് ചെയർമാൻ J. ആദർശ്, മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് D. അംബുജാക്ഷി, ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. പവനനാഥൻ, വിവിധ കമ്മിറ്റികളിലെ ഭാരവാഹികളായ ഷാമില അനിമോൻ, ഫസാന ഹബീബ്, മായ രാധാകൃഷ്ണൻ, പുഷ്പദാസ്, കോലത്ത് ബാബു, S. കേശുനാഥ്, റിജി മാവനാൽ, പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലക്ഷ്മി R. ചന്ദ്രൻ, G. ഹരികുമാർ, ഷമീം തോപ്പിൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.